കെ സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി പേഴ്സണൽ സ്റ്റാഫ് ജയന്ത് ദിനേശ്. പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും സുധാകരന് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഏക കാര്യം ഇതാണ്. സുധാകരൻ അധികാരമോഹിയാക്കാൻ പലരും വെമ്പൽ കൊള്ളുകയാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. വിജീഷ്, ഇതാരാണ്? കെ സുധാകരന്റെ അടുത്ത അനുയായിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുമാണ് ഈ ജയന്ത് ദിനേശ് എന്ന് പറയുന്നത്. സുധാകരന്റെ ബന്ധു കൂടിയാണ് ജയന്ത്. ആ ജയന്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ പരസ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കെ സുധാകരന് ഇത്തരത്തിലുള്ള ആഗ്രഹം ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന അണികൾക്ക് അത്തരത്തിലൊരു ആഗ്രഹമുണ്ട്. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിക്കണം, കണ്ണൂരിൽ നിന്ന് മത്സരിക്കണം. ഒപ്പം UDFന്റെ ഒരു മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ അതിൽ അംഗമാകാനുള്ള അവസരം കെ സുധാകരന് നൽകണമെന്നൊരു ആഗ്രഹം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കണ്ണൂരിലെ അണികൾക്കുണ്ട് എന്നുള്ളതാണ് ജയന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഒപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് കെ സുധാകരനെ ഒതുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് നേരത്തെ പലതവണയും KPCC പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ ഈ നീക്കമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നീക്കം ഇനി വെച്ചു ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ജയന്ത് പറയുന്നത്. ഒപ്പം തന്നെ കെ സുധാകരന് കണ്ണൂരിൽ സീറ്റ് നൽകിയാൽ അതിന്റെ ഒരു ഇമ്പാക്ട് കണ്ണൂർ ജില്ലയിൽ അടക്കമുണ്ടാകും. കൂടുതൽ സീറ്റുകൾ, ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ സീറ്റുകൾ UDFന് ലഭിക്കുന്ന ഒരു സാഹചര്യം കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് ജയന്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുധാകരന് സീറ്റ് നൽകണമെന്നുള്ള ആവശ്യം അദ്ദേഹത്തിന്റെ അണികൾക്കുണ്ട്. അത് ഒരു വികാരം മാത്രമല്ല, അവരുടെ ജീവൻ കൂടിയാണ് കെ സുധാകരൻ എന്ന് പറഞ്ഞു വെക്കുകയാണ് ജയന്ത്. ഒപ്പം തന്നെ ജയന്ത് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന കാര്യമുണ്ട്. 2016 സിറ്റിംഗ് സീറ്റായ കണ്ണൂർ വിട്ട് ഉദുമയിലേക്ക് പോകാൻ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ അത് ചങ്കൂറ്റത്തോടുകൂടി ഏറ്റെടുത്ത ആളാണ് കെ സുധാകരൻ. CPMന്റെ കോട്ടയായ ഉദുമയിൽ പോയി മത്സരിക്കാൻ കെ സുധാകരൻ കാണിച്ച ചങ്കൂറ്റം മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ കാണിക്കുമോ എന്നും ജയന്ത് ചോദിക്കുന്നു. ഏതായാലും കെ സുധാകരൻ കണ്ണൂർ സീറ്റിന് വേണ്ടി വലിയ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ജയന്തിന്റെ ഈ പോസ്റ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു, തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്തേക്ക് കെ സുധാകരന്റെ അനുകൂലികൾ മാർച്ച് നടത്തുമെന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനുശേഷം സുധാകരൻ തന്നെ ഇടപെട്ട് അത് പിൻവലിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ സമാനമായിട്ട് സുധാകരന്റെ സന്തത സഹചാരി ഏത് ഘട്ടത്തിലും സുധാകരനൊപ്പം ഉണ്ടാകുന്ന ജയന്ത് ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സുധാകരന്റെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് വിലയിരുത്തൽ. സുധാകരന് കണ്ണൂർ സീറ്റ് വേണമെന്നുള്ള ആവശ്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികൾക്കുമുണ്ട്. അത് ഏതെങ്കിലും യുവ നേതാവിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളെയോ കണ്ണൂരിൽ പ്രതിഷ്ഠിച്ച് സുധാകരന്റെ അവസരം ഇല്ലാതാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ പ്രതിഫലനം മൊത്തത്തിൽ കേരളത്തിൽ UDFന് നേരിടേണ്ടി വരുമെന്നുള്ളതാണ് ജയന്ത് പറഞ്ഞു വെക്കുന്നത്. അജിംസ്.